എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഓരോരുത്തർക്കുമുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നത്. ചിലപ്പോൾ നാം അതിനായി കഠിനമായി പരിശ്രമിക്കുന്നു, ചിലപ്പോൾ കാത്തിരിക്കുന്നു, ചിലപ്പോൾ വിശ്വാസത്തിൽ മാത്രം ജീവിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥകളിലാണ് തൊടുകുറി ശാസ്ത്രം പോലുള്ള പ്രവചന രീതികൾ ആളുകളെ ആകർഷിക്കുന്നത്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ച ഒന്നല്ലെങ്കിലും മനുഷ്യ മനസ്സിന്റെ വിശ്വാസം, പ്രതീക്ഷ, ആത്മവിശ്വാസം എന്നിവയെ ശക്തിപ്പെടുത്തുന്ന ഒരു ആത്മീയ മാനസിക ഉപാധിയായി പലരും തൊടുകുറി കാണുന്നു. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ 2 ലളിതമായ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഒരു സന്ദേശമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. മഞ്ഞയും പിങ്കും നിറങ്ങളിലുള്ള ഡെയ്സി പൂക്കളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായി ആകർഷണം തോന്നുന്ന ഒരു പൂവിനെ തിരഞ്ഞെടുക്കുക. ഈ തിരഞ്ഞെടുപ്പ് യാദൃശ്ചികമല്ല, നിങ്ങളുടെ ഉള്ളിലെ മനസ്സിന്റെ അവസ്ഥയെയും നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ആ ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. മാറ്റി ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അത് കൃത്യമായ ഫലം നൽകില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഏത് ചിത്രമാണോ, ഏത് കളർ പുഷ്പമാണോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചത് അത് മാത്രം തിരഞ്ഞെടുക്കുക. ഇതിനോടകം തന്നെ ഈ 2 നിറങ്ങളിലുള്ള ഡെയ്സി പുഷ്പങ്ങളിൽ നിന്നും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മഞ്ഞ ഡെയ്സി പുഷ്പം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്. സാധാരണയായി മഞ്ഞ ഡെയ്സി തിരഞ്ഞെടുക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനായി കാത്തിരിക്കുന്നവരാണ്. അവർക്ക് ഒരു വിധത്തിൽ ഉറച്ച പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും നല്ലത് സംഭവിക്കും എന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് എന്നതാണ്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറുന്ന ഘട്ടത്തിൽ. മഞ്ഞ നിറം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? അതായത് പ്രകാശം, പ്രതീക്ഷ, ആത്മവിശ്വാസം, പുതിയ തുടക്കം, ധൈര്യം, ഇതെല്ലാം മഞ്ഞ നിറം പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞ ഡെയ്സി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ആദ്യവും പ്രധാനവുമായ സൂചന അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നതാണ്. പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത വഴികളിൽ കാര്യങ്ങൾ നടക്കാറില്ല. പക്ഷെ ചിലപ്പോൾ ജീവിതം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പ്രവചനമനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെ ഒരു അനുഭവം ലഭിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം, ഒരു സന്ദർശനം, ഒരു വാർത്ത, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ഇടയാക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മാറ്റങ്ങൾ നല്ലതോ മോശമോ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാകില്ല എന്നതാണ്. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും സഹായകമാകും. പല വലിയ വിജയങ്ങളും ആദ്യത്തിൽ ഒരു ചെറിയ മാറ്റമായി തുടങ്ങുന്നതാണ്. മഞ്ഞ ഡെയ്സിയുടെ മറ്റൊരു പ്രധാന അർത്ഥം എന്നത് പുതിയ തുടക്കമാണ്. നിങ്ങൾ പഴയൊരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുന്നവനാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാതെ വിഷമമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു സ്റ്റാഗ്നന്റ് അവസ്ഥയിലായിരിക്കാം. ഈ സന്ദേശം പറയുന്നത് ഇനി അത് മാറുമെന്നാണ്. അടുത്ത 10 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിരിക്കും. നിങ്ങൾക്ക് മുന്നിൽ പുതിയ വഴികൾ തുറക്കും. അതൊരു ചെറിയ അവസരമായിരിക്കാം, എന്നാൽ അതിനെ ശരിയായി ഉപയോഗിച്ചാൽ വലിയ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത പ്രധാന സന്ദേശം എന്നത് പ്രശ്ന പരിഹാരമാണ്. നീണ്ടുനിന്ന പ്രശ്നങ്ങൾ ജീവിതത്തെ ഭാരം പോലെ തോന്നിപ്പിക്കും. അത് ജോലിയായിരിക്കാം, പ്രണയമായിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം. ഈ പ്രവചനം അനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്കൊരു വഴി തുറക്കപ്പെടും. ഇത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ സഹായം വഴിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ചിന്തയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ നമ്മൾ പരിഹാരം കാണാത്തത് പ്രശ്നം വലിയതാകുന്നതിനാൽ അല്ല,
നമ്മൾ അതിനെ വേറൊരു ദൃഷ്ടികോണിൽ നോക്കാത്തതിനാലാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. മഞ്ഞ ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു ശക്തമായ സന്ദേശമാണ് അംഗീകാരം എന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര വില ലഭിച്ചിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടാകാം. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് മാറും. നിങ്ങൾക്കൊരു പുതിയ അംഗീകാരം ലഭിക്കും. അതൊരു ജോലിയിലൂടെ പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മാന്യ സ്ഥാനമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആളുകളുടെ ബഹുമാനമാകാം. പ്രത്യേകിച്ച് മുമ്പ് നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളുടെ കഴിവ് അംഗീകരിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ പുതിയൊരു രീതിയിൽ കാണാൻ തുടങ്ങും. എനിക്ക് കഴിയില്ല എന്ന ചിന്ത എനിക്ക് കഴിയും എന്നതിലേക്ക് മാറും. ഈ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. സാമ്പത്തികമായി കൂടി ഒരു ചെറിയ പക്ഷേ പ്രധാനപ്പെട്ട മാറ്റം ഈ പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ചെറിയതായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രഭാവം വളരെ വലുതായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ സഹായം പോലും ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകാം. ഇത് ഒരു സുഹൃത്തിൻ്റെ സഹായമായിരിക്കാം, ഒരു ബന്ധുവിൻ്റെ പിന്തുണയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചെറിയ അവസരമായിരിക്കാം. ഈ സഹായങ്ങളെ നിങ്ങൾ വിലമതിക്കുകയും ശരിയായി ഉപയോഗിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ സ്ഥിരതയിലേക്ക് നയിക്കും. മഞ്ഞ ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ കാലഘട്ടം ആന്തരിക വളർച്ചയുടെ സമയവുമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന സമയം. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും നിങ്ങൾ തിരിച്ചറിയും. ഇത് നിങ്ങളെ കൂടുതൽ ശക്തനായ വ്യക്തിയാക്കും. അവസാനമായി, ഈ മഞ്ഞ ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് മാറ്റത്തെ സ്വീകരിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത്. പലരും മാറ്റത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും മാറ്റങ്ങളാണ്. അവയെ സ്വീകരിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ജീവിതം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം, പക്ഷേ അതേസമയം അത് നിങ്ങളെ ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനും തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസവും ക്ഷമയും ശരിയായ സമയത്ത് ശരിയായ തീരുമാനവും മാത്രമാണ്. ഇനി അടുത്തതായി പിങ്ക് ഡേസി തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ്. സാധാരണയായി വളരെ സ്നേഹപൂർവമായ മനസ്സും അതേസമയം വളരെ ആഴത്തിലുള്ള വികാരങ്ങളുമുള്ള ആളുകളായിരിക്കും നിങ്ങൾ. പുറത്തേക്ക് നിങ്ങൾ ശാന്തരായി അല്ലെങ്കിൽ സൗമ്യമായി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും തോന്നാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായ ചിന്തകളും ഓർമ്മകളും ചിലപ്പോൾ പറയാതെ സൂക്ഷിച്ച വേദനകളും ഉണ്ടാകാം. ഈ ഒരു തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു ഹൃദയ കേന്ദ്രീതമായ ജീവിതഘട്ടത്തിലാണ് എന്നതാണ്. അഥവാ നിങ്ങളുടെ തീരുമാനങ്ങൾ ബുദ്ധിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ വികാരങ്ങൾ ആസ്പദമാക്കിയാണ് നടക്കുന്നത്. പിങ്ക് നിറം സ്നേഹത്തിന്റെ, കരുണയുടെ, സഹാനുഭൂതിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക്, പിങ്ക് നിറത്തിലുള്ള ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ കൂടുതൽ ബന്ധങ്ങളെയും വികാരങ്ങളെയും മനസ്സിന്റെ ശാന്തിയെയും ചുറ്റിപ്പറ്റിയാണ്. നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്കായി വളരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ലെന്നൊരു തോന്നൽ ഉള്ളവനാകാം. ഈ പ്രവചനം നിങ്ങളോട് പറയുന്നത് ആ അവസ്ഥ മാറുമെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ് എന്ന രീതിയിലാണ് അത് വരുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരാൾ ഉണ്ടാകാം, ഒരു സുഹൃത്ത്, ഒരു ബന്ധു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ വളരെ പ്രിയപ്പെട്ടിരുന്ന ഒരാൾ. സമയം, തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അഹങ്കാരം ഇവയൊക്കെയാണ് ആ ബന്ധം അകറ്റിയിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു സന്ദേശമായിരിക്കാം, ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ചയായിരിക്കാം. ഈ സംഗമം നിങ്ങളുടെ മനസ്സിൽ ഏറെ കാലമായി നിലനിന്നിരുന്ന ഒരു ശൂന്യതയെ നിറയ്ക്കും. ഇവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ തിരിച്ചുവരവ് സംഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ പഴയ വേദനകളിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ ആ ബന്ധം വീണ്ടും നഷ്ടപ്പെടാം. എന്നാൽ ക്ഷമയും മനസ്സ് തുറന്ന സമീപനവും സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധമായി മാറും. പിങ്ക് ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാന സന്ദേശം മനസ്സിലെ ഭാരം പുറത്തുവിടുക എന്നതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ അടക്കി വെക്കാറുണ്ട്. ഇത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്ന ഭയമാണ് അതിന് കാരണം. പക്ഷേ ഈ അടക്കി വെച്ച വികാരങ്ങൾ നമ്മളെ തന്നെ ബാധിക്കാൻ തുടങ്ങും.
ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ലഭിക്കും. അതൊരു വിശ്വസ്ത സുഹൃത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബാംഗത്തോടായിരിക്കാം. നിങ്ങൾ ഇതുവരെ പറയാതെ സൂക്ഷിച്ചിരുന്ന വേദനകളും ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ മാനസിക ആശ്വാസം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പഴയ വേദനകളിൽ നിന്ന് മോചനം ലഭിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ക്ഷമിക്കാനും മറ്റുള്ളവരെ ക്ഷമിക്കാനും പഠിക്കും. ഈ മാറ്റം നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ശാന്തി നൽകും. പിങ്ക് ഡേസിയുടെ മറ്റൊരു പ്രത്യേകത ദൈവീകോർജം അഥവാ വൈറ്റൽ എനർജി എന്നതാണ്. ഇതൊരു ആത്മീയ ആശയമാണ്. നിങ്ങൾക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി തോന്നും. നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് സമാധാനം തോന്നും. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും. ഇതൊരു അപൂർവമായ ഗുണമാണ്. എല്ലാവർക്കും ഇതില്ല. ഈ കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമായതുകൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ളവർക്കായി നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലൂടെ പ്രവഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ ഈ എനർജിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം. ധ്യാനം, പ്രാർത്ഥന, നല്ല ചിന്തകൾ ഇവയൊക്കെ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. നിങ്ങൾ എത്ര പോസിറ്റീവ് ആയിരിക്കും അത്രയും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. കുടുംബജീവിതത്തിലും ഒരു വലിയ മാറ്റം ഈ പ്രവചനത്തിൽ കാണിക്കുന്നു. പഴയ തെറ്റിദ്ധാരണകൾ മാറുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. കുടുംബത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വിഷമങ്ങൾ കുറയാൻ തുടങ്ങും. ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനമില്ലാതിരുന്നിരിക്കാം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറിയിരിക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ അവസ്ഥ മാറും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മനസ്സിലാക്കൽ വർദ്ധിക്കും. നിങ്ങൾക്കിടയിലെ അകലം കുറയും. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി അകന്നിരുന്നവർക്ക് ബന്ധം പുതുക്കാൻ ഒരു നല്ല അവസരം ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ സഹനത്തോടെ പെരുമാറണം. ചിലപ്പോൾ ചെറിയൊരു വാക്കുപോലും വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങൾ ആദ്യം മുന്നോട്ട് വന്ന് സംസാരിച്ചാൽ മറ്റുള്ളവരും അതേ രീതിയിൽ പ്രതികരിക്കും. ഈ ചെറിയ ശ്രമങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ പിങ്ക് ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ കാലഘട്ടം സ്വയം തിരിച്ചറിയലിന്റെ സമയവുമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. ഇത് നിങ്ങളെ കൂടുതൽ ബലമുള്ള വ്യക്തിയാക്കും. നിങ്ങൾ ഇനി ചെറിയ കാര്യങ്ങൾക്ക് തളരുന്ന ഒരാളായിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യക്തമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം വിട്ടുനിൽക്കാൻ പഠിക്കും. ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം സ്നേഹം നിങ്ങളെ രക്ഷിക്കുമെന്നതാണ്. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ അതെല്ലാം കടന്നു പോകാൻ കഴിയും. നിങ്ങൾക്ക് ആ ശക്തിയുണ്ട്. അടുത്ത 10 ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ 10 ദിവസങ്ങളിലുമുള്ള ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സാവധാനമായെങ്കിലും ഗാഢമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് ഒരു വലിയ ഡ്രാമാറ്റിക് മാറ്റമാകണമെന്നില്ല, പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഒരു വലിയ ശാന്തിയും സന്തോഷവും ഉണ്ടാകും. അവസാനമായി പിങ്ക് ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ ഒരു സന്ദേശം കൂടി നൽകുന്നു. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ചുറ്റും സ്നേഹമുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളത് കാണാതെ പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള സമയം എത്തിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കാനും തയ്യാറാകണം. നിങ്ങളുടെ ഹൃദയം തുറക്കൂ, സ്നേഹം സ്വീകരിക്കൂ, അതേസമയം സ്നേഹം നൽകൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്ന വഴി. ജീവിതത്തിൽ ഓരോരുത്തരും ഒരിക്കലെങ്കിലും എനിക്ക് മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അത്തരം സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇടയിൽ ഇത്തരം തൊടുകുറി രീതികൾ നമുക്ക് ഒരു ദിശയും ഒരു ആശ്വാസവും നൽകുന്നുവെന്ന് സത്യമാണ്. ഇത് ഭാവി ഉറപ്പായി പ്രവചിക്കുന്ന ശാസ്ത്രീയ മാർഗമല്ലെങ്കിലും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആത്മീയ മാർഗമായി ഇതിനെ കാണാം. മഞ്ഞ ഡേസിയും പിങ്ക് ഡേസിയും 2 വ്യത്യസ്ത വഴികളെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞ ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ മാറ്റം, പുതിയ അവസരങ്ങൾ, മുന്നേറ്റം, അംഗീകാരം എന്നിവ വരാനിരിക്കുന്നതായാണ് സന്ദേശം നൽകുന്നത്. ഇത് ആക്ഷൻ ആൻഡ് ഗ്രോത്ത് എന്നൊരു ഘട്ടമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട സമയം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ അവസരങ്ങളെപ്പോലും നിങ്ങൾ ശ്രദ്ധിച്ച് പിടിച്ചു പറ്റിയാൽ അത് വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. മറുവശത്ത് പിങ്ക് ഡേസി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന സന്ദേശം കൂടുതൽ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധങ്ങൾ, സ്നേഹം, ക്ഷമ, മനസ്സിലാക്കൽ, ആത്മശാന്തി ഇതെല്ലാമാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഇതൊരു ഹീലിംഗ് ആൻഡ് കണക്ഷൻ എന്നൊരു ഘട്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായും സമാധാനം കണ്ടെത്തേണ്ട സമയം.
ഇരുവിധത്തിലുള്ള സന്ദേശങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നല്ലതാക്കാൻ ഒരു ഭാഗത്ത് നിങ്ങൾ മുന്നേറണം, മറ്റൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിൽ ശാന്തി നേടണം. ഇത് രണ്ടിന്റെയും സമതുലിതാവസ്ഥയാണ് യഥാർത്ഥ സന്തോഷം. ഇവിടെ ഏറ്റവും പ്രധാനമായ കാര്യം, ഈ പ്രവചനങ്ങൾ നിങ്ങളെ വഴി നടത്താനുള്ള സൂചനകളാണ് മാത്രം. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും തന്നെയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനും ബന്ധങ്ങൾ സംരക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താനും നിങ്ങൾ തന്നെ തയ്യാറാകണം. അടുത്ത 10 ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ 10 ദിവസങ്ങൾ കൂടുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ചിലത് നിങ്ങൾക്ക് വ്യക്തമായി കാണാനാകും, ചിലത് നിങ്ങൾക്ക് പിന്നീട് മാത്രമേ മനസ്സിലാകൂ. എന്നാൽ ഓരോ അനുഭവവും നിങ്ങളെ കൂടുതൽ ശക്തനായ വ്യക്തിയാക്കും. അതിനാൽ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ നന്മയ്ക്കായിരിക്കും എന്ന് വിശ്വസിക്കൂ. ജീവിതം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകുമ്പോൾ അത് ധൈര്യത്തോടെ സ്വീകരിക്കൂ. പഴയ വേദനകൾ വിട്ട് മുന്നോട്ട് പോകൂ. സ്നേഹം നൽകൂ, സ്നേഹം സ്വീകരിക്കൂ. അവസാനം ഈ ഒരു സന്ദേശം ഒരൊറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ളത് നിങ്ങൾ തന്നെയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവൂ. നല്ലത് നിങ്ങൾക്കായി വരികയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.